ബീഹാർ വോട്ടെടുപ്പ് കഴിഞ്ഞു. 122 മണ്ഡലങ്ങളിൽ 1302 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടിയത്. ഒന്നാം ഘട്ടത്തിൽ 2 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തിരുത്തിയ പോളിംഗിൽ ഇന്ത്യ മുന്നണി കുതിച്ചുയരുമെന്ന കണക്കുകൂട്ടൽ NDA പാളയത്തിൻ്റെ ആവേശം കെടുത്തിയിരുന്നു. 243 മണ്ഡലങ്ങളിൽ 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ 3.7 കോടി വോട്ടർമാർ 45,399 പോളിംഗ് സ്റ്റേഷനിലായി വോട്ട് ചെയ്തു. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമായി 67.14% പോളിംഗ് നടന്നത്. ബീഹാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ആ സംസ്ഥാനത്തിൻ്റെ മാത്രം ജനവിധിയല്ല ബീഹാർ പറയാനിരിക്കുന്നത്. പലവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ സങ്കീർണമായ ബീഹാറിൻ്റെ വിധിയെഴുത്ത് അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഹിതപരിശോധന കൂടിയായി മാറുമെന്നതാണ്. ജാതി സമവാക്യങ്ങളുടെ പരമ്പരാഗത അടിത്തിയുയർത്തുന്ന രാഷ്ട്രീയ സമസ്യകൾക്കൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണം, ജാതി സെൻസസ് പ്രഖ്യാപനം എന്നീ വിവാദ പരീക്ഷണങ്ങളുടെയും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെയും വിലയിരുത്തലാകും ബീഹാർ എന്നതാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത്. മുൻകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ നിന്ന് വേറിട്ടതായിരിക്കും ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉരുത്തിരിയുന്ന ഫലം. രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ മണ്ണിൽ BJPയുടെ വോട്ട് ചോരി ഉയർത്തിക്കാട്ടി ജനത്തോടൊപ്പം നടത്തിയ വോട്ടധികാർ യാത്ര അതിൻ്റെ ലക്ഷ്യത്തിൽ കൃത്യമായി തറച്ചതോടെയാണ് മോദിയുടെ തകർച്ച പൂർണ്ണമായും മോദിക്ക് മനസ്സിലാവുന്നത്. അതിൽ ഇന്ത്യ മുന്നണിയുടെ വിജയമുറപ്പിക്കുന്ന ഘടകങ്ങളും ഏറെ വ്യക്തമാണ് താനും. ഇപ്പോൾ ബീഹാറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എക്സിറ്റ് പോളുകൾ ഒരുതരം പ്രീണന സ്വഭാവത്തിൽ ഉള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ചില ദേശീയ മാധ്യമങ്ങൾ PR വർക്ക് പോലെയാണ് എക്സിറ്റ് പോൾ എന്ന പേരിൽ പുറത്തുവിടുന്നത്. എന്നാൽ RJD തേജസ്വി യാദവ് ഈ എക്സിറ്റ് പോളുകളെയൊക്കെ തള്ളുകയാണ്. കണക്കുകളിൽ വൈരുദ്ധ്യമുള്ള ഈ സർവേ ഫലങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് തേജസ്വി ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് NDA സഖ്യം നടത്തിയ വാഗ്ദാനങ്ങൾ ജനം വിശ്വാസത്തിലെടുക്കാതെ പുറന്തള്ളുകയായിരുന്നു. 20 വർഷം ഭരിച്ച നിതീഷ് കുമാർ ഗ്രാമീണരുടെ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. ഇത്രയും കാലം നൽകാത്തത് തിരഞ്ഞെടുപ്പ് കാലത്ത് വാരിക്കോരി പ്രഖ്യാപിക്കുമ്പോൾ അതിലെ കുറുക്കൻ്റെ കൗശലം ജനം മനസ്സിലാക്കിയാണ് പ്രതികരിച്ചത്. മോദിയുടെ അപ്രമാദിത്വത്തിൽ ബീഹാറിലെ ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ട് BJPയുടെ തിട്ടൂരം നടപ്പിലാക്കിയ നിതീഷിനെ ജനം വലിച്ചെറിഞ്ഞതിൻ്റെ നാണക്കേട് മറക്കാനാണ് ദേശീയ മാധ്യമങ്ങളെയും ഏജൻസികളെയും വിലക്കെടുത്തുകൊണ്ട് മോദി തൻ്റെ പ്രഭാവം പാടിപ്പുകഴ്ത്തുന്നത്. ജനത്തിൻ്റെ വോട്ടവകാശങ്ങളെ കവർന്ന മോദിയെ തുറന്നു കാട്ടി മഹാഗഠബന്ധൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂല ഘടകമായി മാറിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് പോളിംഗിൽ പ്രകടമായതും. 67% വോട്ട് ശതമാനം ഉയർന്നപ്പോൾ അത് NDA നിതീഷ് കുമാർ ഭരണവിരുദ്ധതയ്ക്കെതിരെ തലമുറയുടെ മുന്നേറ്റമായി അത് മാറിയെന്നാണ് ബീഹാറിലെ കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധി എന്ന സ്പന്ദനം അത് രാജ്യത്ത് മുഴുവനും ഒരു തരംഗമായി മാറുമ്പോഴാണ് ബീഹാർ ജനവിധി തേടിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ നാഴികക്കല്ല് കൂടിയായ ഈ പ്രക്രിയ ഏറ്റവും സുതാര്യമായി നടക്കേണ്ട ഈ സംവിധാനം ഇന്ന് താളം തെറ്റി കിടക്കുകയാണെന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൻ്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് മോദിയും മോദിയുടെ സിസ്റ്റവും ജനാധിപത്യത്തെ തകർത്തെറിയുന്നതിനെതിരെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിയെയും ചൂണ്ടിക്കാട്ടിയപ്പോൾ ഭരണപക്ഷം അന്ന് രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് വാക്ശരങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ബീഹാറിലെ അഴിമതി സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞപ്പോൾ അത് ജനം അവിടെ ഏറ്റെടുത്തു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഴിമതിയുടെ ഭീഷ്മാചാര്യനായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നല്ല മനോനിലയിലല്ല പ്രവർത്തിക്കുന്നതെന്നും തേജസ്വി പറഞ്ഞപ്പോൾ ജനം അത് ഏറ്റെടുത്തു. അത് ശരിയുമാണ്. കാരണം പ്രായാധിക്യം നിതീഷിനെ വികസന മുരടിപ്പിലേക്കും ഭരണ മുരടിപ്പിലേക്കും എത്തിച്ചു കഴിഞ്ഞു. മോദി നുണകളുടെ നിർമ്മാതാവും പ്രചാരകരുമായി മാറി എന്ന് തേജസ്വി പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ജനതയുടെ കരഘോഷമാണ് അവിടെ മുഴങ്ങിയത്. പ്രതീക്ഷയുടെ കരഘോഷം. രാജ്യത്തിൻ്റെ അഭിമാനത്തിന് നിരന്തരം ക്ഷതമേൽപ്പിക്കുന്ന മോദിയുടെ നടപടികൾക്കെതിരെയുള്ള ശക്തമായ ഒരു മുന്നേറ്റമാണ് ബീഹാറിൽ 14-ാം തീയതി തെളിയുക. അതിനുള്ളിൽ സ്തുതിപാഠകരായ മോദി ഭക്തർ പ്രചരിപ്പിക്കുന്ന ഈ എക്സിറ്റ് പോളുകളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുകയാണ് തേജസ്വി യാദവ്.
പുറത്തുവിട്ട ഈ ഉദ്ദേശഫലങ്ങൾക്കപ്പുറം യഥാർത്ഥ റിസൾട്ട് വെളിയിൽ വരുന്നതോടെ ഒരു മോദി തരംഗം സൃഷ്ടിച്ച് അളയിൽ പതുങ്ങിയ നരേന്ദ്രമോദിയുടെ യഥാർത്ഥ പുറംപൂച്ച് വലിച്ചിഴക്കപ്പെടുക തന്നെ ചെയ്യും. അതോടെ മോദിയും സംഘവും അധമ വഴിയെ പിടിച്ച അധികാരത്തിൻ്റെ കടക്കൽ കോടാലി വെക്കപ്പെടും. പണം കൊടുത്ത് മാധ്യമങ്ങളെ വിലക്കെടുത്ത് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ സത്യത്തിൻ്റെ ലാവയിൽ മോദി കരിഞ്ഞുണങ്ങും എന്നതാണ് യാഥാർത്ഥ്യം. 14-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. അതിനുള്ളിൽ സംഭവിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ വെറും മോദിയുടെ സ്തുതിപാഠകരുടെ ഒരു പടക്കം മാത്രമായിട്ടേ നമുക്കതിനെ വിലയിരുത്താൻ കഴിയൂ. നാളെ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമെന്ന് മാത്രമല്ല, ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും മോദിയുടെ പ്രഭാവം അസ്തമിക്കുകയും മോദിയുടെ സിംഹാസനം പൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതീക്ഷ, നാളെ ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ പ്രതീക്ഷ, 146 കോടി ജനങ്ങളുടെ പ്രതീക്ഷ, അത് രാഹുൽ ഗാന്ധി തൻ്റെ ഉദ്യമത്തിലൂടെ വിജയിപ്പിക്കുമെന്നും ഇന്ത്യ രാജ്യം രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിച്ച് ബഹുസ്വരതയും ജനാധിപത്യവും ഇന്ത്യയിൽ നടപ്പിലാക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.